സർക്കാർ ജീവനക്കാര് സർക്കാർ മാറുമ്പോൾ പന്ത് തട്ടപ്പെടുന്ന അവസ്ഥ. ഇതെന്തൊരു മറിമായം, എന്തൊരു ക്രൂരത എന്നൊക്കെ കണ്ണീരോടെ വിലപിക്കുന്ന പല സർക്കാർ ഉദ്യോഗസ്ഥരും പല കഥകളും ഇതിനകം തന്നെ പങ്കുവച്ചു കഴിഞ്ഞു. ഞാൻ പറയാൻ പോകുന്നത് തിരുവനന്തപുരത്തുള്ള കല്ലു എന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥിനി മുഖ്യമന്ത്രിക്ക് എഴുതിയ ഒരു കത്തിനെ കുറിച്ചാണ്. കല്ലു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാവണമെന്നില്ല. ദേവാംഗന എന്നാണ് ഈ കുട്ടിയുടെ പേര്. അച്ഛന് കാസർഗോഡാണ്. അത് പ്രൊമോഷൻ ട്രാൻസ്ഫർ ആയിരുന്നു. അപ്പോ അച്ഛൻ നാട്ടിലേക്ക് ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുത്തിരുന്നു. പക്ഷെ സർക്കാർ മാറിയപ്പോഴേക്കും ആ ട്രാൻസ്ഫർ മോഹം അദ്ദേഹത്തിന് മാറ്റിവെക്കേണ്ടി വന്നു. അദ്ദേഹം കാസർഗോഡ് തുടരേണ്ട ഒരു ഗതികേടിലായി. അമ്മയ്ക്ക് തിരുവനന്തപുരത്തായിരുന്നു ജോലി. അമ്മയുടെ ഒപ്പമായിരുന്നു ഈ മകൾ നിന്നത്, താമസിച്ചത്. അമ്മയുടെ സുരക്ഷിതത്വം ഈ കുട്ടി അനുഭവിച്ചിരുന്നു. എന്നാൽ സർക്കാർ മാറി വന്ന ഉടനെ ചില യൂണിയൻകാരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ചാണല്ലോ ട്രാൻസ്ഫറുകളൊക്കെ നമ്മുടെ സർക്കാർ തലത്തിൽ നടന്നത്. അങ്ങനെ ഈ പാവപ്പെട്ട അമ്മയെ കായംകുളത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആലോചിച്ച് നോക്കുക, കല്ലു വീട്ടിൽ തനിച്ചായി. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 12 വയസ്സുകാരി ഇനി ആരുടെ സംരക്ഷണയിൽ കഴിയും? അപ്പോ ഇതിന് ഒരു തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് മാത്രമേ ഇതിനകത്ത് ഇടപെടാൻ കഴിയുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ആ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ അഡ്രസ്സിലേക്ക് ഒരു കത്തെഴുതി. ആ കത്താണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ആ കത്തിൽ കുട്ടി വ്യക്തമായി പറയുന്നുണ്ട്, എന്റെ സംരക്ഷണം, അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാളെ തിരുവനന്തപുരത്ത് എന്റെ സംരക്ഷണം കൂടി ഏറ്റെടുക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ഒരു ട്രാൻസ്ഫർ നൽകിയാൽ നന്നായിരിക്കുമെന്നാണ് ആ കുട്ടി പറയുന്നത്. ഇത് കല്ലുവിന്റെ മാത്രം ആഗ്രഹമല്ല. കല്ലുവിനെ പോലെ ധാരാളം കുട്ടികൾ പല ജില്ലകളിലുണ്ട്. കാസർഗോഡുള്ള ആളിനെ തിരുവനന്തപുരത്തേക്ക് തട്ടുന്നു, തിരുവനന്തപുരത്തുള്ള ആളിനെ കാസർഗോഡേക്ക്, ആലപ്പുഴ ആളിനെ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക്. അങ്ങനെ പല ജില്ലകളിലും ഇമാതിരിയുള്ള ട്രാൻസ്ഫർ ദ്രോഹങ്ങൾ സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. കല്ലുവിന്റെ കത്ത് ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞു. കല്ലുവിന്റെ കഥ ഇതിനകം തന്നെ ലോകം അറിഞ്ഞിട്ടുണ്ടാകണം. തീർച്ചയായും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി, സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ ആൾരൂപമെന്ന് നമ്മൾ വാഴ്ത്തിപ്പാടുന്ന മുഖ്യമന്ത്രി ഈ കത്ത് കണ്ടിട്ട് ഉചിതമായ രീതിയിൽ പ്രതികരിക്കും, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം.